ഹലോ മുത്തുമണികളെ, ഇന്നലെ കണ്ടതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ. നമ്മളെല്ലാവരും അവിടുന്ന് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സജിതാത്തയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങി സലുമുത്തുമണിൻ്റെ ഓരോ ആരാധകരായിട്ടോ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് സലുതാത്താൻ അങ്ങോട്ട് എന്താ പറയുക, നിങ്ങളെ വീഡിയോസ് കാണലുണ്ട്, അടിപൊളിയാണ്, ഒത്തിരി സന്തോഷമാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളങ്ങനെ നടന്നു പോന്നു. പിന്നെ വേറെ കുറേ ആളുകൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സലുതാത്താനോട് അങ്ങനെ അധികം ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെയാണ് നമ്മളിങ്ങനെ ഫോണൊക്കെ പിടിച്ചിങ്ങനെ നടക്കണപ്പോഴാണ് മനസ്സിലാവണേ. പിന്നെ അങ്ങനെ അവിടെയുള്ള കുറേ പേര് സലുതാത്ത ഞങ്ങളെ വീഡിയോ എടുക്കട്ടെ, ഞങ്ങളെ ഫാനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്നേഹമുള്ള ആളുകളാണ് അവിടെ. പിന്നെ നമ്മളങ്ങനെ ജങ്കാറിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. ജങ്കാറിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അക്കരക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളപ്പോൾ നമ്മളവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 5 രൂപ അങ്ങനെ എന്തോ ആണ് ടിക്കറ്റ്. അങ്ങനെ സലുമുത്തുമണി പറയണ കോമഡി നിങ്ങൾ കേൾക്കണം. ഇതാണോ വരുന്നത് ബസ്സോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വോയിസ് ഓവർ കൊടുത്താൽ ഇതിലുള്ള വോയിസ് കൊടുത്താൽ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ എല്ലാ ഭാഗത്തും പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചാനലിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്തങ്ങാണ്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സലുമുത്തുമണി പറഞ്ഞത് ബസ്സാണോ വരുന്നത്, ബസ്സിന് കയറ്റി കൊണ്ടുവരാണോ എന്നൊക്കെ ഇങ്ങനെ തമാശ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. സലുതാത്ത ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് കയറുകയാണ്. പിന്നെ നമ്മളെ ടിക്കറ്റ് എവിടെ വെച്ച് ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ നമ്മൾ ജങ്കാർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ അതാ വരുന്നതാണ് കേട്ടോ. ഈ ബസ് കണ്ടിട്ടാണ് നമ്മളെ സലുതാത്ത ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ബസ്സും കാറും വണ്ടിയൊക്കെയാണ് അപ്പോൾ അതിനെ കയറ്റി കൊണ്ടുവരുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാനിതുപോലെ ആലപ്പുഴ പോയ സമയത്ത് ഞങ്ങളിതുപോലെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ജങ്കാറിലൊക്കെ കയറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ആലപ്പുഴ പോണ സമയത്തൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് മക്കളെ. നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കയറാൻ. പിന്നെ കാറും വണ്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇതിനുള്ളിലോട്ട് കയറി കേട്ടോ. ഉള്ളിലോട്ട് കയറി ഞാൻ തണൽ എറിഞ്ഞ് പോവാം കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഒരു തണൽ കിട്ടിയൊരു ആശ്വാസമായി. അങ്ങനെ കുറച്ച് നേരം ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കിട്ടി. പിന്നെ ഈ ബൈക്കിൽ ഇരിക്കണ ആളൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. നമ്മൾ യൂട്യൂബേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നല്ല രസമായിരുന്നു ഗൈസ്. എല്ലാവരും ആയിട്ട് പോകാൻ നല്ല രസമാണ്, എൻജോയ്മെൻറ്റ് ചെയ്യുക, അടിപൊളിയാണ്. പിന്നെ മുത്തുമണികളെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇക്കരക്ക് എത്തിയിട്ടുണ്ട്, ഇറങ്ങി. അടിപൊളിയായിരുന്നു. പക്ഷേ വെയിലാണ് താങ്ങാൻ കഴിയാത്തത്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. മുഖമൊക്കെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്, ഭയങ്കര ഡള്ളായിട്ടുണ്ട് കേട്ടോ വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്നു പോവാണ്. പിന്നെ വേറെ എന്തോ മീൻ പിടിക്കുന്ന സ്ഥലം എന്തൊക്കെ ഉണ്ട്, അവിടേക്ക് പോകാറുണ്ട്. അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. പക്ഷെ നമ്മൾ ലാസ്റ്റ് അങ്ങോട്ട് പോയില്ല, തിരിച്ച് വന്നു. കാരണം കുറേ നടക്കാണ്ടായിരുന്നു. നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് എവിടെയെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പോരേണ്ടി വന്നു. അപ്പോൾ എന്ത് രസമല്ലേ കാണാൻ. പക്ഷെ വെയിൽ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. ഒരു കാറ്റുണ്ട്, പക്ഷെ ആ കാറ്റും വെയിലും കൂടെ ആയിട്ട് ഭയങ്കര ചൂട്. എന്നാൽ വെയിലില്ലെങ്കിൽ ആ കാറ്റ് നല്ലൊരു തണുപ്പുണ്ടാവും കേട്ടോ. പക്ഷേ ഭയങ്കര ഒരു നല്ല വെയിലും ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇടങ്ങാറായിരുന്നു എന്നറിയാം ആ വെയിൽ. പിന്നെ നമ്മളെ സലുതാത്താൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അതൊക്കെ. നിങ്ങളെപ്പോഴാണ് ഇവിടെ വന്നതെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സലുതാത്ത പറയുന്നുണ്ട് നമ്മളിവിടെയൊക്കെ കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ്. പിന്നെ ഇന്നോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെയാണ് മക്കളെ നമ്മളെ സലുമുത്തുമണിൻ്റെ കാരണത്താൽ നമുക്കിവിടെ ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് കയറാനുള്ള അവസരം കിട്ടി. അതും 3/4 മണിക്കൂറാണുണ്ട്. 3/4 മണിക്കൂർ ആ ബോട്ടിൽ കയറി യാത്ര ചെയ്ത് അടിപൊളിയായിരുന്നു. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നമ്മളെ സലുതാത്ത കാരണമാണ് നമുക്ക് കേട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് കയറാനൊക്കെ പറ്റിയത്. ഇതാണ് കേട്ടോ നമ്മളെ സജിത്താത്ത കേട്ടോ, കോഴിക്കോടുള്ള.
നമ്മളന്ന് വയനാട് പോയപ്പോൾ ഇവരെ വീട്ടിലാട്ടോ സ്റ്റേ ചെയ്തത്. നല്ല സ്വഭാവം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ജെസ്സി താത്താൻ്റെ ഒക്കെ എല്ലാവരും പോലെ തന്നെ കേട്ടോ, നല്ല സ്വഭാവമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കയറി സേഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുഖമൊക്കെ കണ്ട് ഒരുമാതിരി ഡള്ളായിട്ടുണ്ട് വെയിലുണ്ടിട്ട്. അപ്പോൾ മുത്തുമണികളെ നമുക്ക് അങ്ങനെ ഒരു സാലിത്താത്ത കാരണം നമുക്കൊരു അവസരം കിട്ടി ഫ്രീ ആയിട്ട് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ. ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ സലിതാത്തക്ക് ഇവിടുത്തെ. ഈ ബോട്ടിൻ്റെ ഡ്രൈവറും ഇതിൻ്റെ ഓണറൊക്കെ ഭയങ്കര ഫാനാന്നൊക്കെ കേട്ടോ പറഞ്ഞത്. നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ സലിതാത്ത മുത്താണ് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ഓരെന്നെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള ഇതൊക്കെ ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് ചാലിയത്തിന്റെ ബോട്ടിലാണ് ഇവര് ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങളെ സ്പോൺസർപരമായിട്ട് അതിന് യൂട്യൂബിൽ ചാനലുകാർ എടുത്തു കഴിഞ്ഞാല് കിച്ചൺ വളപ്പത്തിന്റെ വഴിയായിട്ട് എനിക്കും ഫ്രീ ആയിട്ട് എനിക്കും കയറി. അതെ ഫ്രീ ആയിട്ട് കിട്ടി. നമുക്ക് ഫ്രീ ആണ് കേട്ടോ. പിന്നെ നമ്മൾ കയറിയതിന് ശേഷമാണ് സജിത്ത വന്നത്. അപ്പോൾ സജിത്താൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ കൂടെ ഉള്ളതാന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ. സജിത്താൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മോള് ഇതാക്കണം അവിടെ വെയിൽ കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. ഞാനൊക്കെ ആകെ ഡള്ളായിട്ടുണ്ട് കേട്ടോ വെയിൽ കൊണ്ടിട്ട്.
പിന്നെ നമ്മൾ അവിടുന്ന് ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ. പിന്നെ നിങ്ങൾ കണ്ടതല്ലേ സലിതാത്താൻ്റെ ഓരോ ആരാധകർ സെൽഫി എടുക്കലൊക്കെ. പിന്നെ നമ്മളങ്ങനെ നടന്ന് വന്ന് ബീച്ചിൻ്റെ അടുത്തെത്തിയിട്ടോ. ഇവിടെ കുറേ ഉപ്പിലിട്ട അച്ചാർ, അതുപോലെ നൊസ്റ്റാൾജിയ മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. നമ്മളെ സജിത്തതാ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ജസിതാത്ത വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരുടെ ചാനലിലും ഇടാൻ വേണ്ടിയിട്ട് ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടുന്നും ഒരുപാട് പേരുണ്ട് കേട്ടോ സലിതാത്താൻ്റെ. ഇവിടുന്ന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് സലിതാത്താനെ. നമ്മളത് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്ന താത്തല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് പറയണത്. അങ്ങനെ അവർക്കൊരു കൺഫ്യൂഷനാണ് ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ നമ്മളങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങുക കേട്ടോ. വെള്ളത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് അവിടെ ഒരു പാറ ഉണ്ട്, പാറൻ്റെ അവിടെയൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കുക ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുഴങ്ങി ഗൈസ്, കുറേ നടന്ന് കുഴങ്ങി. അപ്പം അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. നമ്മളെ എല്ലാവരും പോവാണ്. കുഴങ്ങി ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മളെ പാട്ടൊക്കെ കേട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല പാട്ടൊക്കെ പാടണം എന്ന് ആഗ്രഹമുണ്ട്. പാട്ട് പാടി അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മളെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കണ്ടിട്ട് നമ്മളെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട് കേട്ടോ. നമ്മളെ കണ്ടിട്ട് നമ്മളെ സലിതാത്താനൊക്കെ അധികം സലിതാത്താൻ്റെ ഫാൻസാട്ടോ ഉള്ളത്. അങ്ങനെ ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.